പിന്നെ മൊയ്തീൻ ഷേഖ് എന്ന് വിളിക്കുന്നത് ചീത്ത ശിർക്ക്, ഒരാൾ ജിന്നെ എന്ന് വിളിക്കുന്നത് അങ്ങനൊന്നും വിമർശിക്കേണ്ടതില്ലാത്ത ശിർക്ക്. അങ്ങനെയുണ്ട് ഒരു ശിർക്ക്, അങ്ങനെ ഒരു ശിർക്കില്ല. അതുകൊണ്ടാണ് മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്നവനും ജിന്നേന്ന് വിളിക്കുന്നവനും ഒരുപോലെയാണ്. അത് പറയാൻ വിശ്വത്തിന് പറ്റുമോ? പറ്റൂല. ഇസ്ലാമിൽ ശിർക്കായതിന് ഒരു ജിന്നിനെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. ജിന്നെ കാക്കണേ എന്ന് ഇവിടുന്ന് ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാൻ യാതൊരു സംശയവുമില്ല. ഒരു ജിന്നിനെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. ജിന്നെ കാക്കണേ എന്ന് ഇവിടുന്ന് ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാൻ യാതൊരു സംശയവുമില്ല. ഈ കാലം മുതൽ ഈ 10-15 കൊല്ലമായി ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചിട്ട് ഒരു ക്ലിപ്പ്, ഒരു തെളിവ് ഈ ആളുകൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഇത് അഭിഷ്ടത്തിന്റെ ഇന്ന ആളുകൾ ജിന്നെ കാക്കണെ വിളിച്ച് സഹായിക്കും ചോദിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സമസ്തയിലുള്ള എത്രയെത്ര ആളുകൾ മൊയ്തീൻ ഷേഖിനോടും അതുപോലെ തന്നെ ബദരീങ്ങളോടും റസൂലുള്ളാഹിനോടും CM മടവൂരിനോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് തെളിവുകൾ ഹാജരാക്കാൻ കഴിയും. ഒരു തെളിവ് ഇല്ല. അപ്പൊ വെറുതെ പറഞ്ഞുണ്ടാക്കാൻ. ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ശിർക്കാണ്. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ഒരാൾ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അത് പുഴയിൽ വീഴുമ്പോഴായാലും കുളത്തിൽ വീഴുമ്പോഴായാലും മരത്തുമെന്ന് വീഴുമ്പോഴായാലും എവിടുന്ന് വീഴുമ്പോഴായാലും ഏത് ഘട്ടത്തിലായാലും ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. പച്ച കള്ള നിങ്ങൾ എന്റെ വേണ്ടി വെറുതെ പറയണ്ട. ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. പച്ച കള്ള നിങ്ങൾ എന്റെ വേണ്ടി വെറുതെ പറയണ്ട. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എല്ലാറ്റിനെയും അതിനോട് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട് ചോദിക്കേണ്ടതും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതും അവനിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതും ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം തെറ്റാണ്. അത് 100% ശിർക്കാണ്. ജിന്നാകട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എല്ലാറ്റിനെയും അതിനോട് ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവോട് ചോദിക്കേണ്ടതും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടതും അവനിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതും ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം തെറ്റാണ്. അത് 100% ശിർക്കാണ് എന്നതിൽ ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസമല്ല. വിജനസ്ഥലത്തും ജനസ്ഥലത്തുനിന്നും പുഴയിന്നും കടലിന്നും എല്ലായിടത്തുനിന്നും ചിലവർക്ക് ഇപ്പൊ ദുആ ആകണമെങ്കിൽ പുഴയിൽ ചാടണം, ദുആ ആകണമെങ്കിൽ കടലിൽ പോകണം. എന്നിട്ടോ വിഷമം കൊടുമ്പിരിക്കൊള്ളണം, അപ്പോഴേ ദുആ ആകുള്ളൂ. ഒരു കൊടുമ്പിരിയും വേണ്ട, നല്ല ബിരിയാണിയും തിന്നിട്ട് ചൂരലിന്റെ മറ്റേ ആട്ടോട്ടിലുണ്ടല്ലോ അതിങ്ങനെ ആടിക്കൊണ്ട് ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക, ജിന്നെ സഹായിക്കണേ പറഞ്ഞാലും കൊടുത്ത് ശിർക്ക. യാതൊരു സംശയമല്ല. അതിന് പൊയി ചാടേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഉമർ മൗലവി റഹിമഹുല്ലാ 1971 സൽസബീലിൽ ഈ ഹദീസിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി പരാമർശിച്ചത്. ഹദീസ് സഹീഹല്ല, അത് സനദ് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മൗലവി അവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ മദനി പാലത്ത് എഴുതി മൗലവി അംഗീകരിച്ച ലേഖനത്തിൽ യാ ഇബാദല്ലാ അയ്നൂനി എന്ന ഹദീസ് പയ്യോളിയിൽ ഒരു മുസ്ലിയാര് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കുന്നുണ്ട്. അത് പയ്യോളിക്കാര് സൽസബീലിന് അയച്ചു കൊടുത്തു. അപ്പൊ കൊടുത്ത മറുപടിയാണ് ഹദീസ് ലഈഫാണ്. ഇനി സഹീഹാണെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ്, സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അത് എങ്ങനെയുള്ളൂ? മയ്യത്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുപോലത്തെ പ്രാർത്ഥന അതിലില്ല. കണ്ടോ, ഇവിടെ സഹോദരൻ നേരത്തെ ചോദിച്ചത് ഗതിമുട്ടിയ നേരത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ സഹായം കിട്ടും എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോന്നാ? ഞങ്ങൾക്ക് വാദമല്ല. ആ ഹദീസ് ലഈഫാണ്. സഹീഹാണെങ്കിൽ അതിന്റെ ഉദ്ദേശം ആ പറഞ്ഞതാണ്. വിജനമായ സ്ഥലത്ത് ഗതിമുട്ടിയൊരു നേരത്ത് അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടാം എന്ന് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പയ്യോളിയിലെ മുസ്ലിയാര് പറഞ്ഞപ്പോ ആ ഹദീസിലെ സന്ദേശം ഇതാണ്. പക്ഷെ ഹദീസ് ലഈഫാണ്, അതുകൊണ്ട് ആ സന്ദേശത്തിന് യാതൊരു വിലയുമില്ല. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹദീസ് സഹീഹാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഹദീസ് ദുർബലമാണെന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന വിളിക്ക് തുല്യമായൊരു വിളി അതിലോട്ട് ഇല്ലതാനും. അതാണ് തൊട്ടടുത്ത വാചകത്തിൽ ഉമർ മൗലവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യാ ഇബാദല്ലാ എന്നത് ഗതിമുട്ടിയ സമയത്ത് വിളിക്കാമെന്നോ വിളിച്ചാൽ സഹായം കിട്ടുമെന്നോ ഉമർ മൗലവിയും പറഞ്ഞിട്ടില്ല, ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല. അവിടെ ജബ്ബാർ മൗലവി മുശ്രിക്കാണോ എന്നാണ് മൂപ്പരെ ചോദ്യം.
ജബ്ബാർ മൗലവിയും മുശ്രിക്കല്ല, ഉമർ മൗലവിയും മുശ്രിക്കല്ല. ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ മഹാന്മാരോട് തേടാം, മൊയ്തീൻ ശൈഖിനോട് തേടാം എന്ന് പറയുന്ന ആളുകളാണ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഞങ്ങൾ അതിന്റെ ആളുകളല്ല. ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞത് ഹദീസ് സ്വഹീഹാണെങ്കിൽ അത്രയിലുള്ളത്. അതും എന്തല്ല, പ്രാർത്ഥനയല്ല. ചോദിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? തേടാമെന്നോ തേടണമെന്നോ തേടപ്പെടേണ്ടതാണെന്നോ നിങ്ങൾക്ക് വാദമില്ല, സമ്മതിക്കുന്നു. ഇപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ, നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് വാദമില്ല, തേടാമെന്ന് വാദമില്ല, ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങൾ സമ്മതിച്ചാ പോരാ, നിങ്ങൾ സമ്മതിച്ചാ പോരാ. നിങ്ങൾ മുജാഹിദ് സെന്ററിൽ പോയിട്ട് ഇത് മൂന്നൊക്കെ ഇറണം അവിടെ നേതാക്കന്മാരെ മൂത്തിട്ട് ഇപ്പൊ സമ്മതിക്കവിടെ നിന്നിട്ട് അത് ശരി. ഇപ്പൊ ഞങ്ങൾ അരമണിക്കൂർ ചെലവഴിച്ചപ്പോ അതിന് ലാഭം ഉണ്ടായതോ? ഇതുകൊണ്ട് ചെലവ്. ഇതിൽ ഒരു വൈകാരിക വിഷയം തന്നെയാണ്. ഇതൊക്കെ നാട്ടിൽ എഴുതി വിടാം. എന്നിട്ട് ഇവിടെ നിന്നപ്പോ ഞങ്ങൾ സമ്മതിക്കാൻ വാദമില്ല എന്ന്. അങ്ങനെയാണ് സമ്മതിച്ചു പോകാൻ പറ്റൂല. നേരെ മറിച്ച് നേതാക്കന്മാരുടെ പോയിട്ട് പറയും, നേതാക്കളെ ഈ നിങ്ങൾ പറയരുത്, ടീപ്പിനെ ഉടനെ പുറത്താക്കി, ആദ്യം മൂപ്പരെ പുറത്താക്കേണ്ടത്. ഈ വക മുവഹിദുകളെ നേരെ ഇത്ര പച്ചയായിട്ട് ഖുറാഫികളെ മാസിയിൽ പോയിട്ട് ഇവിടെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് വാദിച്ചു കൊടുത്ത് എഴുതിയിട്ട്, അതോടെ ഞാൻ നേരത്തെ പറഞ്ഞത് KNM മുൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇപ്പൊ അപ്പുറത്ത് KNM ഇല്ല, പ്രസിഡന്റും ഇല്ല. അത് ബോധപൂർവ്വം പറഞ്ഞു തന്നെയാണ്. എന്നിട്ട് ഇപ്പൊ ഈ ചോദ്യത്തിന് മുപ്പതിക്കറിയാം അത് സമ്മതിക്കാഞ്ഞാൽ പ്രശ്നമാണ്, അവിടെ സമ്മതിക്കുക. അങ്ങനെ സമ്മതിച്ചുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് ഈ പച്ചയായ കള്ളം ഞങ്ങൾക്ക് നാട്ടിൽ പഠിക്കുന്ന അട്ടാൽ മുളക്കാത്ത നുണാന്നറിയും. ആ നിരക്കുള്ള ശുദ്ധമായ കളവ് ലക്ഷക്കണക്കായ മുജാഹിദുകൾക്ക് നേരെ ആരോപിച്ചിട്ട് 4 കൊല്ലക്കാലം അതുമായി നടന്നിട്ട് നീ ഇപ്പോഴും ഈ നാട് നിങ്ങൾ കിട്ടുന്ന സ്റ്റേജിലൊക്കെ ഇനി എന്താ പറയാൻ പോണത്? ഇതന്നെയല്ലേ പിന്നെ മൊയ്തീൻ ശൈഖ് എന്ന് വിളിക്കുന്നത് ചീത്ത ശിർക്ക്, ഒരാൾ ജിന്നെ എന്ന് വിളിക്കുന്നത് അങ്ങനൊന്നും വിമർശിക്കേണ്ടതില്ലാത്ത ശിർക്ക്. അങ്ങനെ ഉണ്ടോ ശിർക്ക്? അങ്ങനെ ഒരു ശിർക്കില്ല. അതുകൊണ്ടാണ് മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്നവനും ജിന്നേന്ന് വിളിക്കുന്നവനും ഒരുപോലെയാണ്. അത് പറയാൻ വിശ്വത്തിന് പറ്റുമോ? പറ്റൂല. അടുത്ത വേദി എന്നാ പ്രഖ്യാപിക്ക്, അടുത്ത സ്റ്റേജിൽ അനസ്മൂലി പ്രഖ്യാപിക്കട്ടെ. ഇവർക്ക് തേടാമെന്നോ പ്രാർത്ഥിക്കാമെന്നോ വാദമില്ല, അത് ഞങ്ങൾ എഴുതി വിട്ട് ഞങ്ങൾ അബദ്ധമാകുന്നു എന്ന് പറയട്ടെ. അതുകൊണ്ട് ഉത്തരം നീണ്ടു പോകുമ്പോൾ പ്രയാസം ഉണ്ടാവും. ഞങ്ങൾക്കറിയാം ഉത്തരം നീണ്ടാൻ മെച്ചുണ്ട്. അങ്ങനെ സമയം തരാം, നിങ്ങൾക്ക് ചോദ്യം തീർത്തിട്ടേ പറഞ്ഞേക്കുള്ളൂ. പക്ഷെ ഇത് നമ്മൾ അങ്ങനെ ഒരു ഒറ്റവാക്കി ഒതുക്കി തീർക്കേണ്ട വിഷയമല്ല. അതുകൊണ്ട് അടുത്തൊരു വേദിയിൽ അനസ് മൗലവിയോ അല്ലെങ്കിൽ TPയോ ആ നിലക്കുള്ള ഒരാൾ പ്രഖ്യാപിക്കട്ടെ. ഇവർക്കാർക്കും അങ്ങനത്തെ വാദമില്ല. ഒന്നുകിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ അവരെ പറ്റി ആരോപിച്ചതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അനസിന്റെ തൗബ അല്ലായിരുന്നു, വാദമില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പിന്നെന്താ തൗബ ചെയ്തെന്ന്? അപ്പൊ അത് കാപ്പട്യമായത് മനസ്സിലായില്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് സഹോദരങ്ങളെ പ്രശ്നത്തിന്റെ കാതൽ. അല്ല ഇവിടെ ജിന്നും ഭൗതിക അഭൗതികവും ഇരുട്ടും വിജനപ്രദേശം ഒന്നുമല്ല പ്രശ്നം. അതൊക്കെ വിഷയത്തിന്റെ മസലയുമായി ബന്ധപ്പെടുന്ന ചില ചർച്ചകൾ മാത്രം. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഈ വക ആരോപണം ഉന്നയിച്ച ചില മനുഷ്യന്മാരെ ഇതിൽ നിന്ന് മാറ്റിയെടുത്തേണ്ട ആവശ്യം ചിലർക്കുണ്ടായിരുന്നു. അവർ വിചാരിച്ചെന്തറിയോ, അങ്ങനത്തെ കുറച്ചാളുകൾ മാറ്റിയിട്ട് പ്രശ്നം തീരുന്ന. പക്ഷെ അനീതിക്ക് കൂട്ടുനിൽക്കാൻ ഒരു കാലത്ത് മുജാഹിദുകൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് എത്ര തലപ്പത്തുള്ളവൻ പറഞ്ഞപ്പോഴും ഇത് അനീതിയാണ്, ഇത് ശരിയല്ല, നിങ്ങൾ ഇല്ലാത്തവരെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ദീനിനെ സ്നേഹിക്കുന്ന ഇഖ്ലാസുള്ള മുജാഹിദീങ്ങൾ ആദർശത്തിൽ പറഞ്ഞു പോകുന്നത്. അല്ല ജിന്നെ വിളിച്ച് തേടാൻ അഭിപ്രായമുണ്ടായി പോകുന്നതല്ല ഈ ഇരിക്കുന്ന മുജാഹിദീങ്ങളൊന്നും. അല്ല ഞാൻ നേരത്തെയും പ്രഖ്യാപിച്ചത്, ജിന്നിനെ വിളിച്ച് തേടാൻ ഒരുത്തം പറഞ്ഞ മുജാഹിദല്ല, നിങ്ങൾ ധൈര്യമായി പ്രഖ്യാപിച്ചോളി, ഒരു സംശയമില്ല, ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പിന്നെ തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ഭൗതികമാകുക, എപ്പോഴാ ഭൗതികമാകുക, അതിന്റെ പ്രമാണം അത് നേരത്തെ പറഞ്ഞ അവിടെയൊക്കെ പറഞ്ഞ ആ പ്രമാണം എന്തോ അതന്നെ അതിനുള്ള പ്രമാണം. 1971 സൽസബീലിൽ ഈ ലേഖനം എഴുതുമ്പോൾ എന്താണോ ഇതിനുള്ള പ്രമാണം, 90കളിൽ ശബാബിൽ ഈ ലേഖനം വരുമ്പോൾ എന്താണോ ഇതിനുള്ള പ്രമാണം, ആ ചോദ്യത്തിന് തന്നെ പുസ്തകമായി പുറത്തിറക്കിയപ്പോൾ എന്താണോ ഇതിനുള്ള പ്രമാണം, ആ പ്രമാണം തന്നെയാണ് നമുക്കുള്ളത്. കാരണം എന്താ, എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക? അതാ ജബ്ബാർ മൗലവി പറഞ്ഞ 2 ഉദാഹരണം, അത് വളരെ വ്യക്തം. ഈമാനോടെ മരിപ്പിക്കണേ എന്ന് മുന്നിൽ കണ്ട ജിന്നിനോടോ മലക്കിനോടോ ഇൻസിനോടോ തേടിയാൽ അത് ശിർക്ക് തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന ഈമാൻ കൂടെ മരിപ്പിക്കണേ, ശിർക്കാണ്. ആള് മുമ്പിലുണ്ട്, ആളിവിടെ ഹാദിറാണ്, ആളിവിടെ ഹയ്യാണ്, എന്നാലും ശിർക്ക് തന്നെ. അതാണ് ഒരു തേട്ടം ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് വേർതിരിയുന്നത്. ആരോട് തേടുന്നു എന്നുള്ളതല്ല, ഏതു മാനദണ്ഡത്തിൽ തേടുന്നു. റബ്ബിന് മാത്രം സാധിക്കുന്ന, അള്ളാന്റെ കഴിവിൽ മാത്രം പെട്ട സൃഷ്ടികൾക്ക് കഴിവില്ലാത്ത കാര്യമാണോ എങ്കിൽ അത് ഏത് സൃഷ്ടിയോട് തേടിയും ശിർക്ക. മുന്നിൽ കണ്ട് കല്ലിനോട് തേടി ശിർക്കാണ്, മുന്നിൽ കണ്ട ഇൻസിനോട് തേടി ശിർക്കാണ്, ജാറത്തങ്ങൾ പോയി തേടി ശിർക്കാണ്, അതേപോലെ ഖബറാളിയോട് തേടി ശിർക്കാണ്, മലക്കിനോടോ ജിന്നിനോട് തേടി ശിർക്കാണ്, റബ്ബല്ലാത്ത ആരോട് തേടിയും ശിർക്കാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു.
ആ സഹായാർത്ഥന റബ്ബിനോടേ പാടുള്ളൂ. അത് ആരിലേക്ക് പോയാലും ശിർക്ക്. എന്നാൽ അതിൽ പെടാത്ത സഹായാർത്ഥന ഉണ്ട് എന്നതിന് തർക്കമില്ലല്ലോ. അതാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ പരസ്പരം പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുക. ഈ സഹായാർത്ഥന ശിർക്കല്ല. അത് ഇൻസിനോടായ ശിർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടപ്പിനോടാകുമ്പോൾ ശിർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല. ഒരേ തേട്ടം ഇൻസിനോടായ ശിർക്ക് കല്ലിനോടായ ശിർക്കല്ല, ഇൻസിനോടായ ശിർക്ക് പക്ഷിയോടായ ശിർക്കല്ല എന്ന ഒന്നില്ല. ഇവിടെ തേട്ടം ശിർക്കായ തേട്ടമാണോ? ഇൻസിനോടും ശിർക്ക്, ജിന്നിനോടും ശിർക്ക്, മലക്കിനോടും ശിർക്ക്, വായുവിനോടും ശിർക്ക്, സൂര്യനോടും ശിർക്ക്, ഏത് പടപ്പിനോടും ശിർക്ക്. അത് റബ്ബിനോടെ ആകാവൂ. അതാണ് മുൻഗാമികൾ പഠിപ്പിച്ച മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കാത്തത്. അതിനാണ് മലയാളത്തിൽ മുജാഹിദുകൾ പരിചയപ്പെടുത്തിയത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായത്. ഈമാനോട് കൂടി മരിപ്പിക്കുക എന്നത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. ഹിദായത്ത് ലഭിക്കുക കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. രോഗം സുഖപ്പെടുത്തുക കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. ദാഹം ശമിപ്പിക്കുക കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമാണ്. ഇങ്ങനെ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു സഹായം റബ്ബല്ലാത്തത് പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്ക, തേടേണ്ട കാര്യമില്ല. പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്ക്. എന്നാൽ കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് സൃഷ്ടിയിൽ പ്രതീക്ഷിച്ചാൽ ശിർക്കല്ല. ആ സഹായാർത്ഥന പരസ്പരം ചോദിക്കുമ്പോൾ ഹലാലായതുണ്ടാകും, ഹറാമായതുണ്ടാകും. എപ്പോഴും ഹറാമാവുക? തിന്മക്കാണോ ഹറാമായി മാറും. നന്മയിൽ മനുഷ്യന്മാർ തമ്മിലാണോ ഹലാലായി മാറും. അല്ല ഹറാമിന്റെ വഴിയിലാണോ ഹറാമായി മാറും. പിന്നെ മൂപ്പര് പരാതി വസീയത്ത് ശിർക്ക് എന്നുള്ള പദം അദ്ദേഹമൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിപ്പം നിർവാഹമില്ല, അത് നമുക്ക് നിർവാഹമില്ല. വസീയത്ത് ശിർക്ക് എന്ന പദം ഒരു പക്ഷെ അറബി കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. ശിർക്കിലേക്കുള്ള വഴി എന്നേ അർത്ഥമുള്ളൂ.